വാടിമ വാ വിശക്കില്ലേ വാ എന്നാ ചോറ് ഓടിയോ നർസുമനെ അണ്ടോട്ട് കൊടുക്കും മോനെ കുട്ടാപ്പി പുറത്ത് കൊണ്ടാട്ടോ ഡോറടിച്ച മപ്പ വരെ കഴിച്ചിട്ട് മാ കഴിച്ചോ കറണ്ട് വന്നിക്കാ ഇപ്പൊ വരട്ടെ മോനെ കഴിച്ചോട്ട് പിന്നെ ഞങ്ങൾ ജ്യൂസ് കുടിക്കാൻ പോവാണേ ഭയങ്കര ചൂട് അപ്പം ഞാനും ഇക്കി അർഷാദ് അപ്പുറത്ത് നമ്മുടെ ഈ റോഡിൻ്റെ കുറച്ചപ്പുറത്തേക്ക് തണ്ണിമത്തന് ഇതൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കരിമ്പ് ജ്യൂസൊക്കെ അപ്പം ഞാനും ഇക്കിയും അർഷാദും കൂടെ പോകണം അച്ചു വരുന്നില്ല ആഹാ പാടൊക്കെ കാണാൻ രസമല്ലേ ഹായ് ഓസോ കുറച്ച് നടക്കണ്ടുള്ളൂ റോട്ടിക്കെത്തും ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെയാണ് ഒന്നിലെ കാറെടുത്ത് ഇങ്ങനെ കറങ്ങാൻ നടക്കും അല്ലെങ്കിൽ നടക്കാനിറങ്ങും രസമല്ലേ ഇതാണ് റോഡ് കണ്ട ഇതേ അവിടെ ജ്യൂസും ഒക്കെ ഉണ്ട് അവിടെ എത്തി ആയിട്ടോ ഈ റോഡിൻ്റെ സൈഡിൽ നിറച്ചിങ്ങനെ ഇളനീര് കരിമ്പ് ജ്യൂസ് തണ്ണിമത്തനൊക്കെ കുറച്ച് അകടമായ ആലത്തൂര് ഇവിടെയാണ് നമ്മൾ ഒരിക്കൽ താറാവിൻ്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു നിറയെ താറാവ് ഉണ്ടായിരുന്നു ഇപ്പൊ വളണ്ട ഞാൻ അപ്പുറത്തെ കരിമ്പ് ജ്യൂസ് മേടിച്ച് കഴിക്കും ഇക്ക ജ്യൂസ് തണ്ണിമത്തൻ അച്ഛന് പാർസൽ ഇതെന്റെ വകയിലൊരു മാമ ആയിട്ട് വരും തണ്ണിമത്തൻ ജ്യൂസ് ഇടയ്ക്കിടയ്ക്ക് കുടിക്കാൻ വേണ്ടി ബാബാ ഇക്കേ എന്താണ് ചിരിക്കാത്ത അതെ വീട്ടിൽ കറണ്ട് പോയിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല ഭയങ്കര ചൂട് അപ്പൊ അങ്ങനെ പുറത്തേക്ക് വരാനായിട്ട് വന്നതാ വൈകുന്നേരം അല്ലെങ്കിൽ പുറത്തേക്ക് വരുന്നില്ല അങ്ങനെ നടക്കാൻ പോവും അല്ലെങ്കിൽ കാറും എടുത്ത് ഇങ്ങനെ ഒന്ന് കറങ്ങാൻ പോകും ആ നായ്ക്കുട്ടി ഏതാന്ന് കണ്ട നമ്മുടെ വീട്ടിൽ വരുന്ന അമ്മപ്പട്ടിയില്ലേ അതിന്റെ മോനെ ഇവൻ ചെറുപ്പത്തൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും കുറച്ചുകൂടി ചെറുതായിട്ട് ഒരു 10 ദിവസം ആകുമ്പോഴത്തേന് വ്യത്യാസം കണ്ട ഞാനിപ്പോൾ ഇവൻ്റെ വീഡിയോ എടുക്കാൻ കിട്ടണില്ല എന്താ വെച്ചാൽ ശരി മാമാ ഇതാരാ നോക്കിക്ക നോക്ക് വീട്ടിൽ ഭക്ഷണം കഴിക്കാനില്ല നമ്മുടെ അമ്മപ്പട്ടി അതിന് കുട്ടിയാണ് പേടിച്ചവൻ എവിടേക്കാണോ നടക്കുന്നത് വാ റോട്ടിൽ പോണ്ട് വാ വാട ഇങ്ങനെ കറങ്ങി നടക്കും ഇക്കതേ പോകുന്നു അച്ഛന് പാർസൽ മേടിച്ചിട്ടാ പോകുന്നത് അച്ഛൻ വീട്ടിലുണ്ട് അപ്പോൾ അവന് വിളിച്ചപ്പോൾ വരുന്നില്ലെന്ന് പറഞ്ഞു ഗോവയിൽ ടൂറൊക്കെ പോയി വന്നിട്ട് ക്ഷീണമായിട്ട് കിടക്കാം അപ്പോൾ അവനുള്ള പാർസൽ മേടിച്ച് ഇതാണോ വീട് ഇവിടെ വണ്ടികൾ ഓയിക്ക എന്നാ മൈൻഡില്ലാതെ പോകുന്നു എന്നെ വേണ്ടേ എന്നെ വേണ്ടേ വരുന്നത് നടക്കണുണ്ടത് ഇങ്ങനെ നടക്കും വീട്ടിലേക്ക് വരില്ല ഇപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ കുട്ടി ഓട്ടിക്കണായിരുന്നു നോക്കണുണ്ടോ നീ ഇങ്ങോട്ട് വാ നോക്കി നിൽക്കണുണ്ടോ വാ ഓടി വാ വേഗം വായട്ടാ വാ ഇവൻ്റെ അമ്മ വീട്ടിലുണ്ട് ഭക്ഷണം കൊടുത്തിട്ടാണ് ഞാൻ ഇപ്പം ഇറങ്ങിയത് ഇവനിപ്പോൾ അങ്ങനെ വരുന്നില്ല കുട്ടി ഓട്ടിക്കണായിരുന്നു അപ്പോൾ ആ 1-2 പ്രാവശ്യം കടി കൊടുത്തു കുട്ടി ഇക്ക വയലൊക്കെ കണ്ടില്ലേ ഒരു പാട്ടൊക്കെ പാടിയിട്ട് പോന്നു ഓസു കേട്ടില്ല
ഇത് കൊണ്ടെന്താ അത് നോക്ക്, എത്ര മനോഹരമായിട്ടുള്ള നമ്മുടെ പാടനിരകൾ, വയല്, ഇങ്ങനെയൊക്കെ പറയൂലേ. ആടിക്ക ഇതുണ്ടോ, അവിടെ ഒരു വീടുണ്ട്, നല്ല രസമുണ്ട്. കറണ്ട് വന്നു, ഞങ്ങൾ ഇറങ്ങിയതും കറണ്ട് വന്നു, അതുവരെയ്ക്കും കറണ്ട് വന്നില്ല. അങ്ങനെ ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ചു. ഞാൻ കരിമ്പ് ജ്യൂസ് കുടിച്ചു, ഇക്കും അർഷാദ് തണ്ണിമത്തൻ ജ്യൂസ് കുടിച്ചു, അച്ഛന് വാങ്ങിക്കൊണ്ടുവന്നു. അങ്ങനെ വീടെത്തി. കണ്ട, ഇങ്ങനെ നമ്മൾ നമ്മുടെ ഫാമിലിയോടൊപ്പം ഇങ്ങനെ പുറത്തേക്കൊക്കെ പോയിട്ട് വരുമ്പോൾ എന്ത് സന്തോഷമാണ് അല്ലേ. ഹായ് അച്ചു. ഇപ്പം സമയം എത്രയായി? 5:30 കഴിഞ്ഞു, 35. പെട്ടെന്ന് നോക്കിയാണ്. ഇതാണ് ഞങ്ങൾ പുറത്തിരിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഈ ഊഞ്ഞാലിൽ വന്നിരിക്കും. എൻ്റെ അർഷാദിൻ്റെ ഊഞ്ഞാലാണ്, ഞങ്ങളെല്ലാവരും ഇരിക്കും. അവന് വേണമെന്ന് ഓർത്ത് മേടിച്ചാ. ഹായ് അച്ചു. ഇത് അച്ചു അല്ല, ഓസാദാണ്. ഹായ് ഓസു. ഇപ്പുറത്ത് വാ, ഞാനിവിടെ ഇരിക്കുമ്പോൾ ഇപ്പുറത്തിരിക്കും. എന്നിട്ട് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കും. ഓസു വാ. അകത്ത് പോയി. ഞാനിനി പോയിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് കുറച്ച് നേരമൊക്കെ എടുക്കണം. എന്താ വെച്ചാൽ ഭയങ്കര ചൂടാണ്. കുട്ടാപ്പിനൊക്കെ ചീത്ത പറയണം. എന്താണെന്നറിയോ, പോകുന്ന സമയത്ത് ഇവൻ പുറത്തിറങ്ങി നമ്മളെ കണ്ടില്ല, കാറിൻ്റെ അടിയിൽ നിൽക്കണ്ടായിരുന്നു. കുട്ടാപ്പി, ഞാൻ പെട്ടെന്നൊക്കെ മാറട്ടെ. ഇവിടെ ആടുന്ന സമയത്ത് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് തട്ടും, അപ്പം പടയും സൗണ്ട് വെക്കും. വിളിക്കാൻ വേണോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൊരു ബൈ പറയടാ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.